ഹായ്, മീൻ ലോറികളിൽ ഡ്രൈവർ വേക്കൻസി ഉണ്ടോ എന്ന് വെച്ചിട്ട് കുറേ മെസ്സേജുകളും കമൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി വീഡിയോ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പൊന്നാനി ഹാർബറിലാണുള്ളത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ചില സമയത്ത് ഓഫീസിൽ നമ്മൾ ഈ ജോലി എടുക്കുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ പുറകിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ വാഹനങ്ങളുണ്ട്. ഇവിടെ ഉണ്ട് അല്ലേ, അങ്ങോട്ടൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കാം. ഞാനിപ്പോൾ വന്നിട്ട് 3 ദിവസമായി. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഓഫീസിലൊക്കെ നമ്മൾ ഈ മീൻ വാഹനങ്ങളിലൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വന്ന് ചിലപ്പോൾ 10ഉം 15ഉം ദിവസം, ഒരു മാസമൊക്കെ ചിലപ്പോൾ കിടക്കേണ്ടി വരും. ഇതെന്താണെന്ന് വെച്ചാൽ വേക്കൻസികളൊക്കെ ഉണ്ട്, പക്ഷേ കൂടുതലും സീസൺ ടൈമിലാണ് ഉണ്ടാവുക. ഇപ്പോൾ ഓഫ് സീസണാണ്, ട്രോളിങ്ങിൻ്റെ ടൈമാണല്ലോ കേരളത്തിൽ. അപ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റ് പകുതിയോട് കൂടിയൊക്കെ ആണ് പിന്നെ സീസൺ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈവർമാരോട് ഇപ്പോൾ ഒരുപാട് ആവശ്യം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന വണ്ടി ബേപ്പൂർ ബേസ്ഡാണ്. ബേപ്പൂരിലേക്കൊക്കെ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഞാനിതിൽ വീഡിയോസ് ഇടാം, എവിടെയാണ് വേക്കൻസികളുടെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, മുതലാളിമാരുടെ ഡീറ്റെയിൽസോ നമ്പറോ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ അതിലിടാം. അപ്പോൾ താല്പര്യമുള്ളവർ, ഇപ്പോൾ ഹെവി ട്രക്കുകളിലേക്കാണ്, ഹെവി ലൈസൻസ് ഉള്ളവർക്കാണ് കൂടുതൽ ചാൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ മീൻ വണ്ടികളിൽ പറഞ്ഞാൽ ഉറക്കവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്ഥിരം ട്രിപ്പായിരിക്കും. ഒരു ട്രിപ്പ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് വീണ്ടും ലോഡ് കയറ്റുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക, മാർക്കറ്റിലേക്ക് പോവുക, കമ്പനികളിലേക്ക് കൂടുക. സ്ഥിരം ഓട്ടം തന്നെ ആയിരിക്കും, പക്ഷെ അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റും. മറ്റു വാഹനങ്ങൾ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹെവി ലൈസൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, വലിയ ട്രക്കുകളൊക്കെയാണ് ഓടിക്കുന്നതെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ.